ഫെബ്രുവരി 22 ശനിയാഴ്ച. മത്തായി 16:13 മുതൽ 19 വരെ വാക്യങ്ങൾ. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഞാൻ റോമിലെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക സന്ദർശിച്ചപ്പോൾ അവിടെ സെൻറ്റ് പീറ്ററിൻ്റെ കസേര കണ്ടു. മരത്തിൽ നിർമ്മിച്ച ഒരു സിംഹാസനമാണ്. സാധാരണയായി സെൻറ്റ് പീറ്റേഴ്സ് കസേര അല്ലെങ്കിൽ കത്തീഡ്ര പെട്രി എന്നറിയപ്പെടുന്നു. ഇന്ന് ഫെബ്രുവരി 22 സെൻറ്റ് പീറ്റേഴ്സ് കസേരയുടെ തിരുനാൾ ആഘോഷിക്കുന്നത്. യേശു പത്രോസിന് നൽകിയ പ്രത്യേക പങ്കിനെ ഈ തിരുനാൾ ആദരിക്കുന്നു. ആദ്യ മാർപ്പാപ്പയായ പത്രോസിലേക്ക് നീളുന്ന പാപ്പസിയെയും പോപ്പുകളുടെ പരമ്പരയെയും ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. റോമിലെ ആദ്യത്തെ ബിഷപ്പായിരുന്നു വിശുദ്ധ പത്രോസ്. യേശു അദ്ദേഹത്തെ അപ്പോസ്തലന്മാരുടെ നേതാവായി തിരഞ്ഞെടുത്തു. തൻ്റെ സഭ പണിയേണ്ട പാറ എന്നാണ് യേശു പത്രോസിനെ വിശേഷിപ്പിച്ചത്. ഈ തിരുനാൾ പത്രോസിൻ്റെ നേതൃത്വത്തെയും പോപ്പിൻ്റെ കീഴിലുള്ള സഭയുടെ ഐക്യത്തെയും ആഘോഷിക്കുന്നു. എന്തിനാണ് ഒരു കസേരയ്ക്ക് തിരുനാൾ ആഘോഷിക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ഈ കസേര നമുക്കെല്ലാവർക്കും ഒരു പ്രധാന ഓർമ്മപ്പെടുത്തലാണ്. ഈ കസേര റോമിലെ ബിഷപ്പും ഭൂമിയിൽ ക്രിസ്തുവിൻ്റെ വികാരിയും എന്ന നിലയിൽ വിശുദ്ധ പത്രോസ് ഇരുന്ന ഭൗതിക കസേരയെ മാത്രമല്ല, ദൈവം നൽകിയ അദ്ദേഹത്തിൻ്റെ അധികാരത്തെയും പ്രതിനിധീകരിക്കുന്നു. അതിലൂടെ കർത്താവ് മറ്റ് അപ്പോസ്തലന്മാരോടൊപ്പം തൻ്റെ സഭയുടെ മേൽ തൻ്റെ ശക്തിയും ഭരണവും പ്രയോഗിക്കും. ക്രിസ്തുവിൻ്റെ ആട്ടിൻകൂട്ടത്തെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഏകീകരിച്ച് നിലനിർത്താനുള്ള പത്രോസിൻ്റെയും അദ്ദേഹത്തിൻ്റെ പിൻഗാമികളുടെയും പ്രത്യേക ദൗത്യത്തിൻ്റെ പ്രതീകമായാണ് ഈ കസേരയെ വിശേഷിപ്പിക്കുന്നത്. സുവിശേഷത്തിൽ നാം കേട്ടതുപോലെ പത്രോസിനെ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പിൻഗാമികളെയും ഇത് ഏൽപ്പിച്ചിരിക്കുന്നു. അതിനാൽ ഈ തിരുനാൾ ഇന്നത്തെ സാർവത്രിക സഭയ്ക്ക് പത്രോസിലേക്കുള്ള അപ്പസ്തോലിക പിന്തുടർച്ചയെ അടയാളപ്പെടുത്തുന്നു. ആ അർത്ഥത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയെ വിശുദ്ധ പത്രോസിൻ്റെ പിൻഗാമി എന്ന് നാം വിളിക്കുന്നു. കൂടാതെ വിശുദ്ധ പത്രോസിന് നൽകിയ അതേ അപ്പസ്തോലിക അധികാരം ഇന്നത്തെ മാർപ്പാപ്പയ്ക്കും അവകാശപ്പെട്ടതാണ്. ഇന്നത്തെ ഒന്നാം വായനയിൽ നാം കേട്ടതുപോലെ സത്യം പഠിപ്പിക്കുന്നതിനും എളിമയോടെ സേവിക്കുന്നതിനും ലോകത്തിന് രക്ഷയുടെ അടയാളമായിരിക്കുന്നതിന് സഭയെ ക്രിസ്തുവിൻ്റെ ശരീരമായി ഐക്യപ്പെടുത്തുന്നതിനും ഈ അധികാരം ഉപയോഗിക്കേണ്ടതാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് പ്രത്യേകമായിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ന്യൂമോണിയ ബാധിച്ച് ആസ്പത്രിയിൽ ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന അദ്ദേഹത്തിന് ദൈവം നല്ല ആരോഗ്യവും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഇന്നത്തെ തിരുനാളിൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.